ഓവനും ബീറ്ററും ഇല്ലാതെ മിക്സിയിലാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ബർത്ത്ഡേക്കൊക്കെ എടുക്കാൻ പറ്റും. ഹലോ ഗൈസ്, മോൻ തുടങ്ങിട്ടെ. ഹലോ ഗൈസ്, നമ്മളിന്ന് കേക്ക് ഉണ്ടാക്കാൻ പോകും. നമ്മളിന്ന് കേക്കാണ് ഉണ്ടാക്കുക. പ്രജിത്തിനെ കൊണ്ട് പറയും നമ്മളിന്ന് കേക്ക് ഉണ്ടാക്കി. പിടിച്ചോ. ഹലോ ഗൈസ്, നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നു. ഹലോ ഗൈസ്, നമ്മൾ കേക്ക് ഉണ്ടാക്കി. കുറച്ച് പറ. ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് കേക്ക് ഉണ്ടാക്കി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ആദ്യമേ കണ്ടതുപോലെ ഇതൊരു കേക്ക് ഉണ്ടാക്കൽ വീഡിയോ ആണ്. കാരണം പിറ്റേന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എൻ്റെ ബർത്ത്ഡേക്ക് എന്തായാലും ഒരു കേക്ക് മുറിക്കും. പിന്നെ ഞാൻ കരുതി ഞാൻ ഉണ്ടാക്കിയ ഒരു കേക്കും കൂടെ എനിക്ക് മുറിക്കണമെന്ന് വെച്ച് ഉണ്ടാക്കി തുടങ്ങിയ കേക്ക് എടുക്കുമ്പോൾ തന്നെ വോയിസ് കൊടുത്തെടുക്കാൻ വേണ്ടി നല്ലപോലെ നോക്കി, പക്ഷേ നടന്നില്ല. വീഡിയോയുടെ കൂടെ വോയിസ് പറയാൻ നോക്കിയതാണ് നിങ്ങൾ ആദ്യം കണ്ടത്. അപ്പോഴാണ് എനിക്ക് പ്രജിത്തിനെ കൊണ്ട് ഞാൻ പണ്ടൊരു വീഡിയോയ്ക്ക് വോയിസ് കൊടുപ്പിച്ച കാര്യം ഓർമ്മ വന്നത്. അങ്ങനെ അതും ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേക്ക് ഉണ്ടാക്കാനുള്ള എല്ലാം ബാറ്ററൊക്കെ സെറ്റാക്കി കേക്ക് ബേക്ക് ചെയ്യാൻ അടുപ്പിൽ വെച്ചു. അതിനുശേഷം അവിടെയൊക്കെ ക്ലീൻ ചെയ്തു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു. ഇത് ഉണ്ടാക്കിയ ബാറ്റർ മൊത്തം ഞാൻ കേക്ക് ഉണ്ടാക്കാൻ എടുക്കുന്ന പാത്രത്തിൽ കൊള്ളാത്തതുകൊണ്ട് ഞാൻ കുറച്ച് മാവ് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി പൈനാപ്പിൾ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് പൈനാപ്പിൾ കേക്ക് ആക്കാം. അങ്ങനെ ഞാൻ പള്ളിയിൽ പോയിന് വന്നതിന് ശേഷം പൈനാപ്പിൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി പൈനാപ്പിൾ അരിഞ്ഞെടുത്ത് അതിനെ കുറച്ച് ജ്യൂസാക്കി എടുക്കുന്നുണ്ടായിരുന്നു. ആപ്പിൾ അടിച്ച് ജ്യൂസ് അടിച്ചു. ഫസ്റ്റ് വീഡിയോയിൽ കണ്ട പോലെ ചിക്കൂസ് ഡൈൻ കാണുന്നവർക്ക് അറിയാതെ ചിക്കൂസ് ഡൈനിൻ്റെ ഇൻട്രോ വീഡിയോ ആണ് ആദ്യം അതിൽ ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ചിക്കൂസ് ഡൈൻ നോക്കിയാണ് ഞാൻ പൊതുവേ കേക്ക് ഉണ്ടാക്കാറ്. അങ്ങനെ പൈനാപ്പിൾ അരിയും തോറും ഞങ്ങളവിടെ നിന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പൈനാപ്പിളിൽ വെള്ളം ചേർക്കാതെ അരച്ചെടുത്തു. എൻ്റെ വീട്ടിലെ മിക്സി ഈ സമയത്ത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അപ്പുറത്തെ വീട്ടിൽ പോയി മിക്സിയൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടായിരുന്നു ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പൈനാപ്പിൾ ജ്യൂസ് അടിച്ചത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തോ ഒരു ജാം പോലത്തെ ഒരു സാധനം കിട്ടി. അത് ജാമായിട്ട് കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടാക്കി കിട്ടിയ സാധനം കൂടെ ബാറ്ററിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കേക്ക് അവസാനം ഉണ്ടാക്കി വന്നപ്പോൾ പൈനാപ്പിളിൻ്റെ യാതൊരുവിധ ഫ്ലേവർ അതിലുണ്ടായിരുന്നില്ല. അതായിരുന്നു സത്യം. സാധാ കേക്ക് പോലെ ഉണ്ടായിരുന്നുള്ളൂ. ഇനി കുറച്ച് ആഡ് ചെയ്തുകൊണ്ടാണോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ബാക്കിയുണ്ടായിരുന്ന ആ കുറച്ച് ബാറ്ററിലാണ് ഞാൻ പൈനാപ്പിൾ കേക്ക് ഉണ്ടാക്കിയത്. കേക്ക് വന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പൈനാപ്പിൾ അത്രയ്ക്ക് എടുത്ത് അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇതും ബേക്ക് ചെയ്യാൻ വേണ്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അടുപ്പിൽ വെച്ചാണ് കേക്ക് ഉണ്ടാക്കുന്നത്. ഇതായിരുന്നു ഗൈസ് ഫസ്റ്റത്തെ കേക്ക്. ഈ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടായിരുന്നു ഞാൻ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ കേക്ക് ബേക്കായോ നോക്കിയതും സ്റ്റൗ ഓഫ് ചെയ്തതും എല്ലാം ഫിദയായിരുന്നു. ഞാൻ തിരിച്ചു വന്നപ്പോൾ ഇങ്ങനെയായിരുന്നു ഗൈസ് കേക്ക് ഉണ്ടായിരുന്നത്. നല്ലപോലെ സെറ്റായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. ഇതാണ് ഗൈസ് രണ്ടാമത് വെച്ച കേക്ക്. കേക്ക് നല്ല ചൂടായിരിക്കുമ്പോൾ തന്നെ പാത്രത്തിൽ നിന്ന് എടുക്കുന്ന സീനാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചൂടായതുകൊണ്ട് തന്നെ തുണി വെച്ചിട്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. താഴെ കുറച്ച് ചെറുതായിട്ടൊന്ന് കരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 കേക്ക് ഇവിടെ റെഡിയായി. സ്റ്റയർ കേക്ക് ഉണ്ടാക്കി കട്ട് ചെയ്യാമെന്നായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ ഈ കേക്ക് ഇതേപടി തന്നെ ഒരു 1 വീക്ക് കഴിഞ്ഞിട്ടാണ് ഞാൻ ചുമ്മാ സ്നാക്കായിട്ട് എടുത്ത് കഴിക്കേണ്ടി വന്നു. കേക്ക് യഥാർത്ഥത്തിൽ ക്രീം കേക്ക് ഉണ്ടാക്കിയില്ല. കേക്ക് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലായിരുന്നു എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞ് അവളുടെ വീട്ടിലോട്ടൊന്ന് പോവുമോ, ഒരു കാര്യമുണ്ടെന്നും പറഞ്ഞ് എന്നെ വിളിച്ചു. അങ്ങനെ സർപ്രൈസായിട്ട് അവളും ഇവിടെ കേക്ക് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ കേക്കൊക്കെ മുറിച്ചിട്ട് വന്ന് രാത്രിയായി. ഫുഡൊക്കെ ഉണ്ടാക്കിയതിൻ്റെ ഇടയിൽ ഈ കേക്ക് സത്യത്തിൽ ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ല ഗൈസ്. പിന്നെ രാത്രിയായപ്പം എൻ്റെ വീട്ടിലും കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. അങ്ങനെ 2 കേക്ക് കട്ടിങ് ഓൾറെഡി ഉണ്ടായിരുന്നു. പിന്നെ ഈ കേക്ക് ഉണ്ടാക്കുക, കട്ട് ചെയ്യുക, പിന്നെ അത് ഞാൻ മനസ്സിൽ നിന്ന് മറന്നു. അങ്ങനെ ഈ കേക്കിനെ ഞാൻ തിരിച്ച് ഫ്രിഡ്ജിൽ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 1 വീക്ക് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇതിനെപ്പറ്റി ഓർത്തത്. പിന്നെ ഞാൻ പോയി സ്നാക്കായിട്ട് എടുത്തങ്ങ് കഴിച്ചു. ഫ്രിഡ്ജിൽ വെച്ചിരുന്നതുകൊണ്ട് തന്നെ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേക്കിന്. കേക്കൊക്കെ സൈഡിൽ കട്ട് ചെയ്ത് സെറ്റാക്കി ഒരു സൈഡിൽ വെച്ചതിന് ശേഷം ചോറ് കഴിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് കഴിക്കാൻ വേണ്ടി ചോറും ക്യാബേജ് തോരനും സാലഡും ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ചോറ് കഴിക്കാൻ എടുത്തു. പിന്നെ ഫിദയും വന്ന് ഞങ്ങൾ ഒരുമിച്ച് ചോറും കഴിച്ചു. അത് കഴിഞ്ഞിട്ടാണ് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ നന്ദനയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നന്ദനയുടെ വീട്ടിൽ പോയതിന് ശേഷമാണ് ബർഗർ കിങ്ങിൽ പോയി കേക്ക് കട്ട് ചെയ്യാനാണെന്ന് അവൾ എന്നോട് പറഞ്ഞത്. അങ്ങനെ നന്ദനയുടെ വീട്ടിൽ തന്നെ റെഡിയായി. ഞങ്ങൾ പിന്നെ അടുത്ത് പോയത് ബർഗർ കിങ്ങിലോട്ടായിരുന്നു. എൻ്റെ ബർത്ത്ഡേ ആണ് ഗായ്സ്. നമ്മൾ പോവാൻ പോവുകയാണ് ഗായ്സ്. 12 മണിയാവാൻ വേണ്ടി നന്ദന എന്നെ വലിച്ചുകൊണ്ട് പോകാൻ ഫോൺ കാണിട്ട് നന്ദന സമയം കാണിരി കണ്ടില്ല എവിടെ. 10, 59, 59.
11:49 കാണിച്ച്. 12 ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. എൻ്റെ ബർത്ത്ഡേ ആയി ഗായ്സ്. നമ്മൾ പോയ സ്ഥലം ഇതുവരെ എത്തിയിട്ടില്ല. എനിക്ക് നടക്കാൻ വയ്യ ഗായ്സ്. ഇവളാണ് രോഗി. ഇവൾ എന്നെ വലിച്ചുകൊണ്ട് പോവുകയാണ്. ബർഗർ കിങ് എത്തിയപ്പോഴാണ് ഞാൻ അറിഞ്ഞത് എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നെന്ന്. ഞാൻ അറിയാണ്ടാണ് അവിടെ പോയിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ നല്ലപോലെ സർപ്രൈസായി. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ഇനി വീട്ടിലെ ബർത്ത്ഡേ സെലിബ്രേഷൻ അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഗായ്സ്. ഇത് 17th വൈകിട്ട് എൻ്റെ വീട്ടിൽ വെച്ച് നടത്തിയ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വീഡിയോ ആണ്. ഇതിൻ്റെ ഫുൾ വീഡിയോ ചാനലിൽ ഉടനെ തന്നെ പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ബൈ ഗായ്സ്.